തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന രാഷ്ട്രീയ ചർച്ച കൊടുമ്പിരി കൊള്ളുമ്പോൾ തന്നെ സുരേഷ് ഗോപി തന്റെ സിനിമാ കഥാപാത്രങ്ങളെ ജീവിതത്തിലും ആവാഹിക്കാൻ തുടങ്ങിയിരുന്നു. Don't try to play the fool with me, Nikesh. No, it's very bad. സുരേഷ് ഗോപി ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല. മാധ്യമപ്രവർത്തകരോട് വളരെ സൗഹൃദമുള്ള ഒരാളാണ്, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. You just wait for this episode. It is happening. The people of Kerala. Okay. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എന്തോന്ന് പോലും നിങ്ങൾ എന്താ ചോദിച്ചേ? ആളാവാൻ വരരുത്, എന്റെ അടുത്ത് ആളാവാൻ വരരുത്. എന്റെ പഴയ നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? സൗകര്യമില്ല പറയാൻ, നിങ്ങളോട് പറയാൻ സൗകര്യമില്ല. ചോദ്യങ്ങളുമായി എത്തിയ മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റിയാണ് തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ നിന്ന് സുരേഷ് ഗോപി മടങ്ങിയത്. ആദിവാസി കോളനിയിലെ സന്ദർശനത്തിന് ആള് കുറഞ്ഞതിൽ പ്രവർത്തകരോട് ക്ഷുഭിതനായിട്ടാണ് തൃശൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സുരേഷ് ഗോപി തുടക്കമിട്ടത്. തിരുവനന്തപുരത്ത് വാഹനത്തിൽ വന്നിറങ്ങുമ്പോൾ ഡോർ തുറന്നുകൊടുത്ത ഗൺമാൻ കുടയെടുക്കാത്തതിൽ ദേഷ്യം പിടിച്ചതും മറ്റൊരു സംഭവം. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. മീറ്റുവും ഹേമ കമ്മിറ്റിയും കത്തി നിൽക്കെ ചോദ്യമുയർന്നപ്പോഴും കലിപ്പിലാണ് ചാക്കോച്ചി. ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാ. I cannot yield. I will not yield. I will not yield. എന്തിന്റെ കുഞ്ഞാണോ ഇത്? വൈകിട്ട് മറ്റൊരു ഷോ. മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി കൊലമാസൈറ്റം. എന്താ ഇങ്ങനെ? എന്റെ വഴി എന്റെ അവകാശമാണ്. എന്നെ നോയിച്ചാണ്ടല്ലോ, ഞാൻ തന്നെ മേടിച്ചു പോയി.